ഹേയ് ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യൻ്റെ അകത്ത് ഒരു ഹൈഡിനായിട്ടുള്ളൊരു റൈസിങ് ട്രാക്കാണ്. നമുക്കപ്പോൾ അവിടത്തേക്ക് പോവാം. അതിനായി ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്ന ഈ രണ്ട് മാപ്പ് എടുക്കുക. ഇതിൽ ഈ മേലത്തെ മാപ്പ് എടുക്കുന്നതായിരിക്കും, ഞാൻ ചൂസ് ചെയ്ത മാപ്പ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കപ്പോൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കണം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് നേരെ തന്നെ പോവാം. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ റൈറ്റാണ്. ബാക്കി GPS നോക്കിയിട്ടല്ല പോകേണ്ടത്. ഫസ്റ്റ് മാപ്പിൽ തന്നെയാണ് ഈ സംഭവം ഉള്ളത്. GPS നോക്കിയിട്ട് ഒരിക്കലും പോകരുത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ റൈറ്റ്. അതിനുശേഷം GPS റൈറ്റാണ് കാണിക്കുന്നത്, പക്ഷേ നമ്മൾ ലെഫ്റ്റിലോട്ടേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലോട്ടേക്ക് നേരെ തന്നെ പോകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു സർക്കിൾ കാണാം. സർക്കിളിൻ്റെ അവിടുന്ന് റൈറ്റാണ് പോകേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അയ്യോ, തട്ടിപ്പോയി. നമ്മൾ ക്യാമറ മാറ്റിയപ്പോൾ പെട്ടെന്ന് തട്ടി. ഇവിടെ നിന്ന് റൈറ്റാണ്. ഇവിടെ നിന്ന് നേരെ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് റേസ് ട്രാക്ക് കാണാൻ കഴിയില്ല. പക്ഷെങ്കിൽ ഒരു ചെറിയൊരു കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഗ്യാപ്പുണ്ട്. അവിടെ നിന്ന് കാണാം. ഇവിടെ ഈ ഒരു കട കണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കുമ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ക്യാമറ മാറ്റിയിട്ട് ഇതേ കണ്ടോ, ഇതാ ഈ റോഡ് പോലെ കാണുന്നതാണ് റേസ് ട്രാക്ക്. അവിടത്തേക്ക് ബസ്സും കൊണ്ടൊന്നും പോകാൻ വഴിയില്ല. നമ്മൾ കാറും കൊണ്ടൊക്കെയാണ് ഇതിലൂടെ പോവുക. ബസ്സും കൊണ്ട് പോകാനുള്ള വേറൊരു വഴിയുണ്ട്, അവിടത്തേക്ക് പോവാം. ഇവിടെ നിന്ന് നേരെ തന്നെ പോവുക. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുക. ഈ ലോറിക്കാർ നെഫ്റ്റായിരുന്നു. ഇവിടുന്ന് നേരെ തന്നെ പോവുക. നേരെ പോകുമ്പോൾ ഇവിടെ ഒരു മാള് കാണാം. അവിടെ നിന്ന് നമ്മളൊന്ന് സ്ലോ ആക്കിയാൽ മതി. ഇവിടുന്ന് ഇനി നേരെ തന്നെ പോകാം. നേരെ പോകുമ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടോ, ഒരു പാലം കണ്ടോ? അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു താഴോട്ടേക്ക് ഒരു റോഡ് ഉണ്ടോ, അവിടത്തേക്ക് നമുക്ക് പോകാം. നല്ല വ്യൂ. വണ്ടീൻ്റെ മുന്നോക്ക് ലൈറ്റെല്ലാം ഇട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ലിങ്ക് മോഡ് വേണമെങ്കിൽ, ഇന്നോവേൻ്റെ മോഡ് വേണമെങ്കിൽ നിങ്ങൾ ഒരു 1K ലൈക്ക് എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മോഡ് തരുന്നതാണ്. ഈ ഫോട്ടോ എനിക്ക് പോയി. ഈ റേസ് ട്രാക്ക് നമ്മളൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി സംഭവം. ഒന്ന് കണ്ടിപ്പോയി. അതിലും എന്താ പറയുക, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ഇങ്ങോട്ട് നേരെ എന്താണ് ഗേൾസ് വീണ്ടും തട്ടിപ്പോന്നേ. നേരെ തന്നെ പോവാം. മഴ ഇപ്പം പെയ്യും. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, മഴ ഇപ്പം പെയ്യും. ചില ഫോണിലൊക്കെ ഈ മാപ്പ് കയറിയാലും മഴ പെയ്തിട്ടുണ്ട്. അതിന് നേരെ തന്നെ പോവാം. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരെ കാണുക. ഇത്രയും ഹൈജീനായിട്ടുള്ള പ്ലേസ് കാണിച്ചിരുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. പിന്നെ ലൈക്കും ചെയ്യണേ. പിന്നെ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചായി. നമുക്കിപ്പോൾ നേരെ പോയി. ഈ കയറ്റം കണ്ടോ, കയറ്റം ഇറങ്ങി താടും അടിപൊളി സംഭവമുണ്ട്. അടിപൊളി സംഭവം ഞാൻ കാണിച്ചു തരാം. പല കൂട്ടുകാർക്ക് ഇത് അറിയായിരിക്കും, അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ജമ്പ് ചെയ്താ ഏതാ വ്യൂ. നമുക്കപ്പോൾ നേരത്തെ പോവാം. ഇങ്ങനെ ടേണിങ് കഴിഞ്ഞാൽ ഒരു സംഭവം കൂടിയുണ്ട്, നേരത്തെ ഞാൻ കാണിച്ചു തരാം. വണ്ടി ഫുള്ള് തട്ടി പണിയായി ഗൈസ്. ഞങ്ങൾക്ക് തട്ടില്ല. ഞങ്ങൾക്ക് ഈ സംഭവം കൂടി കാണിച്ചു തരാം. കേട്ടോ, ഈ റിവറാണ്. റിവർ എന്ന് പറയുമ്പോൾ പൊളിയാണ്. നിങ്ങളിപ്പോൾ ഒരു ബസ് എടുത്തിരുന്നത് വെച്ചാൽ ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഷോർട്സ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ റേസ് ട്രാക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റോട്ടിൽ തേനയൊക്കെ പോകാം. അതിനെ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്, ആരും മറക്കല്ലേ. നേരെ താഴോട്ടേക്ക് പോവാം. അതിന് റോട്ടുമായി കയറാം. അതിന് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. അടുത്ത ഹൈഡിങ് പ്ലേസ് കാണണമെങ്കിൽ നിങ്ങൾ കുറച്ച് സപ്പോർട്ട് ചെയ്താലേ അടുത്ത ഹൈഡിങ് പ്ലേസ് കാണാൻ പറ്റുള്ളൂ. അടുത്ത നമ്മളൊരു കണ്ടൻറ്റിൽ ഒരു ഗോസ്റ്റ് ഉണ്ട് ഗൈസ്, ഗോസ്റ്റ് പ്ലേസ്. അത് അടുത്ത് തന്നെയാണ്. ഇവിടെ ഒരു സൈക്കിളുണ്ട് ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്താലോ? വേണ്ട, റോട്ടിലുള്ള ഒരു പൈസ ഇടാവും.
റിവേഴ്സ് സൈഡ് പൊട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതിലേക്ക് ബൈ ബൈ.